ചൂടുകുരു വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ചൂടുകുരു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോയിട്ട് അതിന്റെ മുകളിൽ പൗഡറോ അങ്ങനെയുള്ള പൊടി രൂപത്തിലുള്ള ഒരു സാധനങ്ങളും അപ്ലൈ ചെയ്യരുത്. എന്തുകൊണ്ടാണ് ചൂടുകുരു വരുന്നത്? ഉയർന്ന താപനില കാരണം നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടി വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ വിയർക്കുന്ന സമയത്ത് ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതലായി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും. പക്ഷെ ആ വിയർപ്പ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ള വിയർപ്പ് ഗ്രന്ഥികളുടെ ഓപ്പണിങ്സ് നമ്മുടെ സ്കിന്നിന്റെ മുകളിലുണ്ട്. എന്നാൽ അത് അടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഗ്രന്ഥികളിലെ ഓപ്പണിങ്സ്, പുറത്തേക്കുള്ള പോർസ് അടഞ്ഞു പോകുന്ന സമയത്താണ് അത് ചൂടുകുരുവിന്റെ രൂപത്തിൽ പുറത്തു വരുന്നത്. ഇനി ചൂടുകുരു വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ചൂടുകുരു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോയിട്ട് അതിന്റെ മുകളിൽ പൗഡറോ അങ്ങനെയുള്ള പൊടി രൂപത്തിലുള്ള ഒരു സാധനങ്ങളും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആ ബ്ലോക്കായി കിടക്കുന്ന ആ ഓപ്പണിങ്ങിനെ ഒന്നുകൂടെ ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുക. ഇനി ചൂടുകുരു വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? വേനൽക്കാലമാണ് വരുന്നത്. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് സ്വാഭാവികമായിട്ട് തന്നെ കിട്ടും. രണ്ടാമത്തെ കാര്യം, അമിതമായി വെയിൽ കൊള്ളാതിരിക്കുക. ഇനി കൂടുതലായിട്ട് വെയിൽ കൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ് നല്ല സൺസ്ക്രീൻ എന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം ചെയ്യേണ്ടത്, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പോളിസ്റ്റർ പോലെയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. കാരണം പോളിസ്റ്റർ പോലെയുള്ള വസ്ത്രങ്ങൾ, മെറ്റീരിയലുകൾ നമ്മളെ ശരീരത്തിലെ താപം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അത് ധരിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ബോഡി ഹീറ്റ് കൂടുകയും അങ്ങനെ കൂടുതലായിട്ട് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് ഇത് ലീഡ് ചെയ്യും. അതുകൊണ്ട് ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. അടുത്ത കാര്യം, ലൈറ്റ് കളറിലുള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും വെളുത്ത കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. കറുത്ത കളറിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കറുപ്പ് ഹീറ്റിനെ വലിച്ചെടുക്കുന്ന ഒരു കളറാണ്. ചൂട് കൂടുതലുള്ള സമയത്ത് 2 പ്രാവശ്യം കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ 2 പ്രാവശ്യം കുളിക്കുന്നത് വഴി ചൂടുകുരു വരുന്നത് തടയാൻ സാധിക്കും. അടുത്ത കാര്യം, കുട്ടികളിൽ സ്വാഭാവികമായിട്ട് തന്നെ ചൂടുകുരു കൂടുതലായി കണ്ടുവരാറുണ്ട്. കാരണം അവരുടെ വിയർപ്പ് ഗ്രന്ഥികൾ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ചൂടുകുരു വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടവലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെള്ളത്തിൽ, സാധാരണ തണുപ്പുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഓരോ 3-4 മണിക്കൂർ കൂടുമ്പോൾ എവിടെയാണ് അവർക്ക് കുരു വരുന്നത് അതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് വൈപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പിന്നെ ചൂടുകുരു വരുന്നത് കുറഞ്ഞു കാണാം. ഇതേ കാര്യം വലിയ ആളുകൾക്കും ചെയ്യാവുന്നതാണ്. വലിയ ആളുകൾക്കും ഇതുപോലെ തണുത്ത വെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് എവിടെയാണോ കുരു കൂടുതലായിട്ട് വരുന്നത് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ആശ്വാസം വലിയ ആളുകൾക്കും ലഭിക്കും. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചൂടുകുരു സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കലാമിൻ ലോഷൻ ഉപയോഗിക്കാവുന്നതാണ്. കലാമിൻ ലോഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം കിട്ടും. ഇനി നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യ എന്നാണെങ്കിൽ ഡോക്ടറെ കണ്ട് സ്റ്റിറോയിഡ്സ് എടുക്കാവുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക, സൂര്യപ്രകാശം എക്സ്പോസ് ആവുന്ന ആളുകളാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, വെയിൽ മാക്സിമം കൊള്ളുന്നത് ഒഴിവാക്കുക, 2 നേരം കുളിക്കുക, ലൈറ്റ് ആയിട്ടുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പോളിസ്റ്റർ ഒഴിവാക്കുക, കറുത്ത നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക, കറുത്തത് മാത്രമല്ല ഡാർക്ക് കളറിലുള്ള ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കുക, ചൂടുകുരുവിന്റെ മുകളിലായിട്ട് പൗഡർ പോലെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചൂടുകുരു വരുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.